നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സിപിഎമ്മിനെതിരെ ഷാഫി പറമ്പിൽ. ഉറവിടം സിപിഎം എന്ന് ഇനി ആർക്കും സംശയം ഉണ്ടാകില്ല. പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നതായും നിയുക്ത എംപി. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് ഡിസിസി. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. കേരളത്തിന് ഗുണം കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ എന്ന് സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ. മറുപടിയുമായി വി മുരളീധരൻ. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ സത്യഭാമയ്ക്ക് ആശ്വാസം. ഉപാധികളോടെ ജാമ്യം അനുവദിച്ച നെടുമങ്ങാട് കോടതി. ആരെയും അവഹേളിച്ചിട്ടില്ലെന്ന് സത്യഭാമ. പറഞ്ഞത് തൊഴിലിന്റെ ഭാഗമായ കാര്യമെന്നും സത്യഭാമ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കമ്പനി ഉടമ. ജീവനക്കാരെ വില കുറച്ച് കാണാറില്ലെന്നും KG എബ്രഹാം. മരിച്ച 4 പേർക്ക് കൂടി വിട നൽകി നാട്. തൃശൂരും പാലക്കാടും നേരിയ ഭൂചലനം. കുന്നംകുളത്ത് വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്ക് പൂട്ടിട്ട് MVD. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. നിയമലംഘനം നടത്തിയ വാഹനം 1 വർഷത്തേക്ക് നിരത്തിലിറങ്ങില്ല. നടപടി ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ. ചങ്ങനാശ്ശേരിയിൽ പാറക്കുളത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് 6ലും 10ലും പഠിക്കുന്ന കുട്ടികൾ. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 10 മരണം. 13 പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സുരക്ഷാ സേന ഏറ്റുമുട്ടൽ. 1 ജവാന് വീരമൃത്യു, 2 ജവാന്മാർക്ക് പരിക്ക്. 8 മാവോയിസ്റ്റുകളെ വധിച്ചു. വാർത്തയിലേക്ക് വിശദമായി. കാഫിർ പരാമർശത്തിന്റെ ഉറവിടം CPM തന്നെയായിരുന്നുവെന്ന് ഇനി ആർക്കും സംശയമുണ്ടാകില്ലെന്ന് ഷാഫി പറമ്പിൽ MP. പ്രതികളാരെന്ന് പോലീസിനും CPMനും അറിയാം. അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമ പോരാട്ടം തുടരുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. മതം ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിന് ജനം മറുപടി നൽകി കഴിഞ്ഞു. ആരുടെ ദുഷ്ടബുദ്ധിയിലുണ്ടായ നീക്കമെന്ന് കണ്ടെത്തണം. പോലീസ് കള്ളക്കളി തുടരുകയാണെന്നും ഷാഫി വിമർശിച്ചു. ഐഡന്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞു വെട്ടാൻ CPM ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫിർ പ്രയോഗം എന്നുള്ളത് ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ വെട്ടും അതുകൊണ്ട് ഈ നാടിന് ഏൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ 1,14,506 ഒരർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായി UDF പ്രചരിപ്പിച്ചതായ ആരോപണമുയർന്ന കാഫിർ പ്രയോഗം CPMന് തന്നെ തിരിച്ചടിയാവുകയാണ്. CPM അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. CPM നേതാവ് KK ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തു വന്നു. മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീം കെയും കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
വടകര തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് കാഫിർ പ്രയോഗമടങ്ങിയ സ്ക്രീൻഷോട്ട് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവായ PK മുഹമ്മദ് ഖാസിം എന്നയാളുടെ പേരിലാണ് ഈ സന്ദേശം പരക്കുകയും ചെയ്തത്. എന്നാൽ തന്റെ പേരിലല്ല, അല്ലെങ്കിൽ താൻ അല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് അദ്ദേഹം അറിയിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷണം ഫലപ്രദമാകുന്നില്ല എന്നാരോപിച്ചാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഖാസിമിന്റെ പേജിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. അമ്പാടി മുക്ക് സഹാക്കൾ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഈ പേജിന്റെ ഉടമ ആര് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫേസ്ബുക്കിനെ ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം പോരാളി ഷാജി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ അമ്പാടിമുക്ക് സഹാക്കൾ എന്ന പേജിൽ കണ്ട സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക അടക്കമുള്ള ആളുകളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ആരോപണം ഉന്നയിച്ച CPM ഇക്കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. KK ലതിക അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DCC നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഖാസിം നിരപരാധി റിപ്പോർട്ട് നൽകാൻ. KK ലതികയാണ് ഇത് പ്രചരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇത് തെളിയണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് KK ലതികയെ, പിന്നീട് പ്രചരിപ്പിച്ചവരെ, പിന്നീട് പ്രചരിപ്പിച്ച ഗ്രൂപ്പിലെ അഡ്മിൻകാരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തീർച്ചയായും യഥാർത്ഥ ആളുകളെ കൊണ്ടുവരുന്ന അടുത്ത ഞങ്ങളുടെ പോരാട്ടം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഹൈക്കോടതി. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത്. ഫേസ്ബുക്കിൽ നിന്നും വിവിധ പേജുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ യഥാർത്ഥ പ്രതികളെ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നു. അധികം വൈകാതെ ഇത്തരം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നതും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കാഫിർ വിവാദത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളും പ്രത്യാപനങ്ങളും ഇപ്പോഴും വടകരയിൽ കൊഴുക്കുകയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM-നെതിരെ സാദിഖ് അലി തങ്ങൾ രംഗത്തുവന്നു. മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നു. സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീം കെയും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സമസ്തയെ CPM രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചതായും ചന്ദ്രിക ലേഖനത്തിൽ വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട ശക്തമായ പരാജയത്തിനൊടുവിൽ കായംകുളം CPM-ൽ പൊട്ടിത്തെറി. വെറുതെ എന്ന തലക്കെട്ടിൽ CPM ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് താഴെ പരാജയത്തെ സംബന്ധിച്ച് പ്രവർത്തകരുടെ രൂക്ഷ വിമർശനമുയർന്നു. BJP-യുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നതടക്കമുള്ള ആക്ഷേപമുയർന്നതോടെ ഏരിയ സെക്രട്ടറി പോസ്റ്റ് പിൻവലിച്ചു. വെറുതെ എന്ന തലക്കെട്ടോടെയാണ് കായംകുളം CPM ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഫേസ്ബുക്കിൽ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത്. പിന്നാലെയായിരുന്നു പ്രവർത്തകരുടെ രൂക്ഷ വിമർശനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിൽ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയതിനു പിന്നിൽ ഏരിയ നേതൃത്വമാണെന്ന വിമർശനമുണ്ട്. CPM രൂപം കൊണ്ട പത്തിയൂരും ദേവികുളങ്ങരയും ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനും BJP ഒന്നാമതെത്തിയതിനും പിന്നിൽ ഏരിയ നേതൃത്വവും വെറുതെ ഇരുന്നതുകൊണ്ട് തന്നെയാണെന്ന് പോസ്റ്റിന്റെ വെറുതെ എന്ന തലക്കെട്ടിനെതിരെയും വിമർശനമുണ്ട്. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കായംകുളത്ത് വിജയിക്കുമെന്നും കമന്റുകളിൽ പറയുന്നു. വെറുതെ ഇരുന്നാൽ മതിയെന്നും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നതിനൊപ്പം കായംകുളത്തെ BJP-യുടെ പ്രധാന റിക്രൂട്ട്മെന്റ് ഏജൻസി CPM ഏരിയ നേതൃത്വമാണെന്നും ആക്ഷേപമുയർന്നു. ഇതോടെ FB പോസ്റ്റ് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പിൻവലിച്ചു. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും CPM-ന് ലീഡ് നൽകുന്ന കായംകുളത്ത് ഇത്തവണ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്ന് മാത്രമല്ല, പാർട്ടി കോട്ടകളിലെല്ലാം ഒന്നാമതെത്തിയ BJP കോൺഗ്രസുമായി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളും തിരുത്തൽ വഴികളും തേടി CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. മോദി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം കേരളത്തിൽ UDF-നെ തുണച്ചെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തിരിച്ചടിയായതെന്ന അഭിപ്രായം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഭരണവിരുദ്ധ വികാരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം തേടിയും തിരുത്തലുകൾ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനിക്കാനുമാണ് നാളെ മുതൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃയോഗങ്ങൾ ചേരുന്നത്. 5 ദിവസത്തെ നേതൃയോഗമാണ് നാളെ AK സെന്ററിൽ ആരംഭിക്കുന്നത്. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന സമിതിയും. ഞായർ മുതൽ വ്യാഴം വരെ ഒരു വലിയ നീണ്ട കാലയളവിലേക്കാണ് CPM തെരഞ്ഞെടുപ്പ് പരാജയ വിശകലനങ്ങളിലേക്ക് കടക്കുന്നത്. വലിയ തിരിച്ചടി ഉണ്ടായെന്ന് CPM നേതൃത്വം ഒന്നടങ്കം സമ്മതിക്കുന്നു. മഹാവിജയം UDF-നുണ്ടായെന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിലടക്കം പറയേണ്ടി വന്നു. തിരുത്തലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും അതുപോലെ തന്നെ ആദ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇറക്കിയ വാർത്താക്കുറിപ്പിലുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഏതറ്റം വരെ തിരുത്തൽ വേണം? മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് മോദി സർക്കാരിനെതിരായ വലിയ വികാരമുണ്ടായിരുന്നു. മോദി സർക്കാർ മാറണമെന്ന ജനങ്ങൾക്ക് അഭിലാഷമുണ്ടായിരുന്നു. ആ അഭിലാഷം നിറവേറ്റാൻ ഏറ്റവും എളുപ്പം UDF-ന് കോൺഗ്രസിന് ഇവിടെ വോട്ട് ചെയ്യുന്നതെന്ന ജനം വിലയിരുത്തി എന്ന കാരണമാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോഴും വലിയ പരാജയമാണ്, വലിയ തിരിച്ചടി ഉണ്ടായതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. എല്ലാ കാരണങ്ങളും ചർച്ച ചെയ്യും, തിരുത്തുമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു. അതായത് ഭരണവിരുദ്ധ വികാരമാണ് തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ ഭരണവിരുദ്ധ വികാരത്തിന് മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ അപ്രീതിയാണ് തോൽവിക്ക് ഏറ്റവും പ്രധാന കാരണമെന്ന് വിശ്വസിക്കുന്നവർ CPM നേതൃത്വത്തിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിലെ പലരും, യെച്ചൂരി മാത്രമല്ല പ്രകാശ് കാരട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പിണറായി വിജയന്റെ ഈ ഭരണം ഈ രീതിയിൽ പോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ, മലപ്പുറത്തൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെയുള്ള സൂചനകൾ. അങ്ങനെയെങ്കിൽ വിപുലമായ ഒരു തിരുത്തലിന്, വിപുലമായ ഒരു മാറ്റത്തിന് CPM തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. 2019 വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അന്ന് ശബരിമല വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാടുകൾ തിരിച്ചടിക്ക് പ്രധാന കാരണമായെന്ന് തുറന്നു പറയാൻ, ആ തെറ്റുകൾ തിരുത്താൻ ഇറങ്ങി നടന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ CPM നേതൃത്വം തയ്യാറായിരുന്നു. അത്തരത്തിലൊരു ഏറ്റുപറച്ചിൽ സമൂലമായ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിന് ശേഷം CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അത്തരം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ആ മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി നിന്നുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, തുടർഭരണം ഉണ്ടാക്കുന്നു എന്ന വികാരം പരസ്യമായി തന്നെ നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പരാജയം വരുമ്പോഴും മുഖ്യമന്ത്രിയല്ലേ കാരണക്കാരെന്ന പൊതു സംശയമാണ് സമൂഹത്തിൽ ഉയരുന്നത്. മുഖ്യമന്ത്രി മാറില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ശൈലിയിലെങ്കിലും മാറ്റം തയ്യാറാകുമോ? അത്തരം മാറ്റം വേണമെന്ന ആവശ്യം നേതൃത്വങ്ങൾ ഉയർന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര നേതൃത്വം വളരെ പ്രാധാന്യത്തോടെ കാണുകയാണ് കേരളത്തിലെ ഈ പരാജയം. വലിയ ആശങ്കയോടുകൂടി കേന്ദ്ര നേതൃത്വം കാണുകയാണ്. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം കൂടി നേരത്തെ സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങളിൽ എടുത്തതിന് അപ്പുറത്തേക്കുള്ള ഒരു ജാഗ്രതയോടുള്ള സമീപനം കേന്ദ്ര നേതൃത്വം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനുമുണ്ട്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾക്കെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനമുണ്ടാകുമെന്നതൊക്കെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് K കരുണാകരനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. K കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. പത്മജ വേണുഗോപാൽ അടക്കമുള്ള BJP നേതാക്കൾക്കൊപ്പം മുരളി മന്ദിരത്തിലെത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ വ്യക്തമായൊരു രാഷ്ട്രീയത്തിൽ അതിന്റെ ഭാഗമായതിന്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും മര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീർനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും. ആ നിലയിലൊരു സഹവർത്തിത്വം, ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ്
ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തൃശൂർ ലൂർദ് മാതാ പള്ളിയിലും സുരേഷ് ഗോപി പ്രാർത്ഥനയ്ക്കെത്തി. അതേസമയം ഒ രാജഗോപാലും കെ കരുണാകരനും മാത്രമാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി വി മുരളീധരൻ രംഗത്ത്. താൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് തനിക്കും ജനങ്ങൾക്കും ബോധ്യമുണ്ടെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. കണ്ണൂരിൽ കെ മുരളീധരനെ പിന്തുണച്ച് പോസ്റ്റർ. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലുള്ളത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന പോസ്റ്റർ കണ്ണൂർ സ്റ്റേഡിയം പരിസരത്താണ് സ്ഥാപിച്ചത്. കെ മുരളീധരന് വേണ്ടിയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡ് പിന്നീട് നീക്കം ചെയ്തു. തൃശൂരിലെ കോൺഗ്രസിലെ ഭിന്നത പരിഹരിക്കാൻ നടപടി ആരംഭിച്ചതായി വി കെ ശ്രീകണ്ഠൻ എം പി. ഭിന്നതയുള്ളവരുമായി സംസാരിച്ച് എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം കാണും. താൽക്കാലിക DCC പ്രസിഡന്റ് പദവി വേഗത്തിൽ ഒഴിയാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. RLV രാമകൃഷ്ണനെതിരായ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉപാധികളോടെ ജാമ്യം. നെടുമങ്ങാട് SC/ST സെഷൻസ് കോടതിയാണ് 3 ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും തൊഴിലിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും സത്യഭാമ പ്രതികരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നെടുമങ്ങാട് കോടതിയെ സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. സത്യഭാമയ്ക്ക് 65 വയസ്സുണ്ടെന്നും വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നുമായിരുന്നു വാദം. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. അതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് സത്യഭാമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ BA ആളൂർ വാദിച്ചു. വളരെ പ്രധാനപ്പെട്ട 3 കർശന ഉപാധികളോടെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. 3 ഇതുപോലെയുള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാധീനത്തിൽ ഇടപെടുത്തരുത്. ഈ 3 ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 50,000-ന്റെ 2 ആൾജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത്. വളരെ ശക്തമായ വാദങ്ങളാണ് ഈ പറയുന്ന കലാമണ്ഡലം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ ഉന്നയിച്ചത്. ഒരു ടീച്ചറായിരുന്നു എന്നും കുറേ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC/ST വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി കസ്റ്റഡി ആവശ്യമാണ്, കസ്റ്റഡി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കുകയുള്ളൂ, അന്വേഷണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഡിവൈസ് മറ്റുമായി ചില സംഗതികൾ കണ്ടെത്താനുണ്ട്. പക്ഷേ ഡിവൈസ് ഒരു പക്ഷേ 2-3 പ്രതികൾ അത് ഷൂട്ടിംഗ് നടത്തി അവരുടെ കൈവശം വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ബഹുമാനപ്പെട്ട SC/ST കോടതി ഈ ജഡ്ജ് ഈ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഭരണഘടനയെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു സത്യഭാമയുടെ പരാമർശമെന്ന് പ്രോസിക്യൂഷനും കോടതിയെ ബോധിപ്പിച്ചു. സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കരുത്, ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. തൊഴിലിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും വിധിക്കുശേഷം സത്യഭാമ പ്രതികരിച്ചു. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വയ്ക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനിയിപ്പം കോടതി തീരുമാനിക്കട്ടെ. പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചും നിറത്തെക്കുറിച്ചും യൂട്യൂബ് ചാനലിൽ സത്യഭാമ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. News 18 തിരുവനന്തപുരം.
കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ കൂടി സംസ്കാര ചടങ്ങുകൾ നടന്നു. കൊല്ലം വെളിച്ചക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ, പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂയപ്പള്ളി IPC ദേവാലയ സെമിത്തേരിയിലാണ് നടന്നത്. പയ്യാമ്പലത്തായിരുന്നു അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങ് നാളെയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കമ്പനി ഉടമ KG എബ്രഹാം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ജീവനക്കാരെ വില കുറച്ച് കാണാറില്ല. NBTC വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് ദുരന്തമുണ്ടായത്. കെട്ടിടത്തിലെ മുറികളിൽ പാചകം അനുവദിച്ചിരുന്നില്ല എന്നും KG എബ്രഹാം ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളികൾ, ഒപ്പം അതിലുണ്ടായിരുന്ന കമ്പനി ജീവനക്കാർ, മലയാളികളല്ലാത്തവർ എല്ലാവർക്കൊപ്പം അവർക്ക് ഇനി എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും ആ ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. നമുക്കൊപ്പം ഇപ്പോൾ കമ്പനി ഉടമയായ മലയാളിയായ KG എബ്രഹാം ചേരുന്നുണ്ട്. ഇതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം, അത്തരം കാര്യങ്ങൾ ഇനി എന്ത് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കും. ഒരു വലിയ തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഇതിൽ മരണം സംഭവിച്ച ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായ അവർക്ക് കൊടുക്കാനുള്ളത്, കിട്ടാനുള്ളതും അതിലുള്ളതിനും ഉള്ള എല്ലാ ഇതും എത്രയും പെട്ടെന്ന് അവരെ എത്തിക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം. അവരുടെ ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങളിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച ഒരാൾക്ക് അവരുടെ ഓരോ വീട്ടിലും, ഇന്ത്യയിലുള്ള എല്ലാ വീടുകളിലും ഞങ്ങൾ ഇന്നലെ തന്നെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് ക്രിമിനേഷന് ഇതിനു വേണ്ടിയുള്ള ഒരു ചെറിയ എമൗണ്ട് എത്തിച്ചു കൊടുത്തു എല്ലാ വീടുകളിലും. പിന്നെ ഇനിയും ഒരു 8 ലക്ഷം രൂപ കമ്പനിയുടെ വകയായിട്ട് അവർക്ക് ഒരു സഹായധനം എത്തിച്ചു കൊടുക്കാനുണ്ട്. അതിന് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യിച്ചു. ഓരോ വീടുകളിലും പോയിട്ട് അതിൻ്റെ ഡീറ്റെയില്, അവരുടെ ഭാര്യമാരും പിള്ളേരുടെയും പേരും കാര്യങ്ങളും അക്കൗണ്ടും ഒക്കെ എടുക്കണം. അവരുടെ അപ്പനെയും അമ്മയും ഇത് ചെയ്യണം. ആ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ പണം അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അത് താമസിയാതെ തന്നെ അവർക്ക് കിട്ടും. പിന്നെ ഇതിനൊക്കെ ഇത് ഞങ്ങളുടെ ഒരു ഓരോ കുടുംബാംഗങ്ങൾക്കും സംഭവിച്ച ഇത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിട്ട് ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. തൊഴിലാളികൾക്കൊപ്പം എന്നും ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവർ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. എല്ലാവരും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ? എങ്ങനെയാണ് നാട്ടിലുണ്ടായത്? അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനിയെല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട്? ഇനി തിരിച്ചു പോകാൻ നിന്നതാണോ, എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു.
ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നു എന്ന പ്രവാസി സർവേ. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കാനായി കേരളം വിട്ടത്. 20.2 ലക്ഷം മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്നുവെന്നും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേയിൽ വ്യക്തമാക്കുന്നു. ലോക കേരള സഭയിൽ പ്രകാശനം ചെയ്ത കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് കാര്യമാക്കാതെ ഉന്നത പഠനത്തിനായി മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ 2 ലക്ഷം വിദ്യാർത്ഥികളിൽ 45.6% പെൺകുട്ടികളാണ്. 2018-ൽ ഇത് 1.29 ലക്ഷമായിരുന്നു. 152 രാജ്യങ്ങളിലായി 20 ലക്ഷത്തിലേറെ മലയാളികളാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇതിൽ 19.1% സ്ത്രീകളാണ്. ഇവരിൽ 40%വും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവാസികളായ വനിതകളിൽ 72% പേരും ഡിഗ്രിയോ അതിനു മുകളിലോ വിദ്യാഭ്യാസം നേടിയവരാണ്. പ്രവാസികളായ പുരുഷന്മാരിൽ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയത് 34% പേർ മാത്രമാണ്. കുടുംബസമേതമുള്ള കുടിയേറ്റങ്ങളും വർദ്ധിക്കുന്നു. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രവാസികളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്ത് പോകുന്നതിൽ മുന്നിൽ കോട്ടയവും പിന്നിൽ മലപ്പുറവുമാണ്. അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ 10 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കേരളത്തിൽ 5-ൽ 1 കുടുംബവും സ്ത്രീകൾ ചുമതല വഹിക്കുന്നതായതിന് പ്രധാന കാരണവും പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ്. 2,16,893 കോടി രൂപയാണ് കേരളത്തിൽ 2023-ൽ ലഭിച്ച നിക്ഷേപമെന്ന് പ്രവാസി സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ പേരിലാണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടെയാണ് സഞ്ജുവിനെ MVD കുടുക്കിയത്. വാഹനങ്ങളുടെ രൂപമാറ്റം ഗതാഗത നിയമലംഘനമാണെന്ന് അറിയില്ലെന്നാണ് സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ സഞ്ജു ടെക്കിയുടെ വിശദീകരണം. വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു. ഇടവേള. ഇന്ത്യയുടെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. തൃശൂർ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോടും പടിഞ്ഞാറങ്ങാടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15ഓടെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം കൂനംമൂച്ചിയിൽ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളലുണ്ടായി. കൂനംമൂച്ചി അന്തിക്കാട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കുമാണ് വിള്ളൽ സംഭവിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. S വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 8:15ഓടെയാണ്
പാലക്കാട് തൃശൂർ അതിർത്തി പ്രദേശങ്ങളിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അതിതീവ്രമല്ലെങ്കിൽ പോലും ആളുകളിൽ വലിയ തോതിൽ ഇത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. കാരണം ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിലുള്ള ശബ്ദമുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഷെൽഫിലും മറ്റും വെച്ച പാത്രങ്ങളെല്ലാം തന്നെ താഴോട്ട് വീഴുന്ന സംഭവമുണ്ടായി. ഇത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പ്രദേശത്തും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചൊവ്വല്ലൂർ ഭാഗങ്ങളിലുമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അതിന് പ്രാന്തപ്രദേശങ്ങളിലുമാണ്. ഈ ദേശമംഗലം ഭാഗത്ത് ഒരു യഥാർത്ഥത്തിൽ ഈ ഭൂചലനത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ദേശമംഗലം എന്ന് പറയപ്പെടുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണമെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. എന്തായാലും ജിയോളജി റവന്യൂ വകുപ്പ് സംഘം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും തുടർന്ന് ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും മുമ്പും ചെറിയ തോതിൽ ഈ ദേശമംഗലം ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തെ സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായ ഭൂചലനത്തിൽ നിന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ. കാരണം ഈ ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കിയത്. എന്തായാലും വേറെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങൾക്ക് വേറെ ആശ്വാസകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. വേറെ വലിയ തോതിലുള്ള സാധ്യതകളൊന്നുമില്ല. എന്തായാലും ഇതിന്റെ ഒരു വിശദമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും മറ്റു കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും അധികൃതർ പറയുന്നു. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ചെമ്പുപുറം പാറക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. പൊൻപുഴക്കുന്നിൽ താമസിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ്, 6ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 2 കുട്ടികളും ഇവിടെ എത്തിയത്. ഇവർ മുങ്ങിത്താഴ്ന്നത് കണ്ട നാട്ടുകാർ വിവരം പോലീസിലും അഗ്നിരക്ഷാ സേനയെയും അറിയിക്കുകയായിരുന്നു. സിക്കിം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. 50-ലധികം വീടുകൾ ഒലിച്ചുപോയി. 57 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. റോഡുകൾ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുകയാണ്. കനത്ത മഴ തുടരുന്നത് മൂലം എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾക്കും ഇത് വെല്ലുവിളിയായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ വീട് പണിയും. വീട് പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയും ഭൂമിയില്ലാത്തവർക്ക് സർക്കാർ ധനസഹായവും നൽകും. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ചിലരുടെ നില ഗുരുതരമാണ്. രുദ്രപ്രയാഗിലെ ബദ്രിനാഥ് ഹൈവേയിലാണ് സംഭവം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പോലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാനിൽ 23 പേരുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. 2 പേർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി നാരായൺപൂർ ജില്ലയിൽ സൈന്യവും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. 4 ജില്ലകളിൽ നിന്നുള്ള സംയുക്ത സേനയാണ് മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് വെടിവയ്പുണ്ടായത്. പ്രധാനമന്ത്രി പദത്തിലെ 3ാം ഊഴത്തിൽ ആദ്യ വിദേശ പര്യടനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പറഞ്ഞു. മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ഊഷ്മളമെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് G7 ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഒരു വിഭാഗത്തെയും പിന്നിലായി പോവാൻ അനുവദിക്കില്ല. 3ാമതും ഭരണനിർവഹണത്തിനുള്ള ജനവിധി തനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞ മോദി ചരിത്ര വിജയം ജനാധിപത്യത്തിന്റെ മുഴുവൻ വിജയമെന്നും കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയെന്നും G7 ക്ഷണിതാക്കളുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്. ഖലിസ്ഥാനി വിഘടന നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള പ്രധാനമന്ത്രി ചർച്ച പ്രാധാന്യമർഹിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും മോദി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പ്രത്യേക ക്ഷണിതാക്കളുടെ യോഗത്തിൽ മാർപ്പാപ്പയെ കണ്ടുമുട്ടിയ ചിത്രം എക്സിൽ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ച വിവരം പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചത്.
ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഒരിടവേള കൂടി. രാജകുമാരി വാർത്തകൾ തുടരുന്നു. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ഇഡി. ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആജ്ഞാത് രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ സൗബിൻ ഷാഹിറിനെ ഇഡി ചോദ്യം ചെയ്തത്. കുറെ ദിവസമായി ഇഡിക്ക് മുന്നിൽ ഈ പരാതിയുണ്ട്. സൗബിൻ ഷാഹിറിന്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു കണ്ടെത്തലിനെ നിഗമനത്തെ തുടർന്നാണ് ഇഡി ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ഞുമൽ ബോയ്സ് മാത്രമല്ല, നിരവധി സിനിമകളിൽ ഇത്തരത്തിൽ നിർമ്മാണ കമ്പനികൾ ഈ സിനിമാ മേഖലകളിലേക്ക് കള്ളപ്പണം ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണം ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇഡി നിരീക്ഷണം. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ സമയത്ത് അരൂർ സ്വദേശിയായ സിറാജ് വലിയതുറ എന്ന ആൾ 7 കോടി രൂപ ഇതിൽ നിക്ഷേപിക്കുകയും മഞ്ഞുമൽ ബോയ്സിന്റെ സിനിമയ്ക്ക് ശേഷം, അതായത് സിനിമ വിജയിച്ച ശേഷം 40% വിജയിച്ച് കിട്ടുന്ന തുകയുടെ അതല്ലെങ്കിൽ ലാഭത്തുകയുടെ 40% സിറാജിന് നൽകാമെന്നൊരു കരാർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തുകയും തനിക്ക് നൽകിയില്ല എന്ന് കാണിച്ച് സിറാജ് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ അതായത് പ്രീ ഷൂട്ട് നടത്തി ആദ്യ ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കി എന്ന് സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കള്ളപ്പണം ഒഴുക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടുണ്ട്. സിറാജിന്റെ പരാതിയിലാണ് ഇഡി നടപടിയിലേക്ക് കടന്നെങ്കിൽ പോലും സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ കമ്പനികളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന ഒരു എൻക്വയറിയുടെ ഭാഗമായി അതിനൊരു എൻട്രി കാത്തിരിക്കുകയായിരുന്നു ഇഡി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സൗബിനെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യുമെന്നാണ്, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് അറിയുന്നത്. സൗബിനെ മാത്രമല്ല, ഇതിന്റെ നിർമ്മാണ പങ്കാളിയായ കോ പ്രൊഡ്യൂസറായ ഷോൺ ആന്റണിയെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ഇനിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുക. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഏറ്റുമുട്ടി. ബൈക്ക് വെച്ചിരിക്കുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സിവിൽ പോലീസ് ഓഫീസർമാരാണ് തമ്മിലടിച്ചത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബൈക്ക് വെക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് 2 സിവിൽ പോലീസ് ഓഫീസർ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഭവ സമയം ഇവിടെ ദൃക്സാക്ഷികൾ അടക്കം ഉണ്ടായിരുന്നു, പരാതിക്കാരായ ആളുകൾ അടക്കം ഉണ്ടായിരുന്നു. ഇവരെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഘർഷമുണ്ടായത്. ഈ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഉന്തിനും തെള്ളിയിലും അടിക്കുമിടയിൽ ജനലിന്റെ കമ്പിയിൽ കൊണ്ടാണ് ഈ മുറിവ് പറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ പോലീസുകാരൻ, പരിക്ക് പറ്റിയ പോലീസുകാരൻ തൊട്ടടുത്ത് ഇവിടെ നിന്ന് തനിക്ക് പരാതിയുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ SI ഇടപെട്ട ആ ഘട്ടത്തിൽ അത് പരാതിയിലേക്ക് പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ പരിക്ക് പറ്റിയ ആളടക്കം 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ പോലീസ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നതായാണ് നമുക്ക് അറിയുന്നത്. ഔദ്യോഗികമായൊരു പ്രതികരണത്തിന് പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അടക്കം ഇതിന് എന്താണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതായാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 സിവിൽ പോലീസ് ഓഫീസർമാരാണ്. ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കും. പ്രത്യേകിച്ച് 2 പേർക്കും പരാതിയില്ലെങ്കിൽ പോലും പോലീസ് സ്റ്റേഷന് ഉള്ളിൽ നടക്കുന്ന സംഭവമാണ്. മാത്രമല്ല, പോലീസിന്റെ അച്ചടക്കത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇത് സ്വാഭാവികമായും ഉയർന്നു വരിക. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശോഭ സുരേന്ദ്രനെതിരെ
EP ജയരാജൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കണ്ണൂർ കോടതിയിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കുർബാന തർക്കത്തിൽ ബിഷപ്പിന് കോടതിയലക്ഷ്യ നോട്ടീസ്. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെതിരെയാണ് നോട്ടീസ്. ഏകീകൃത കുർബാനയർപ്പിക്കാൻ സാഹചര്യമൊരുക്കണമെന്ന ഹർജികളിൽ കോടതി നിർദ്ദേശം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരം. വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. സെഷൻ 7A അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറക്കി. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി. കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ടുവച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. ഇനി സെഷൻ 8, സെഷൻ 45 പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തിന് ലഭിക്കാനുള്ളത്. സൂര്യനെല്ലി മുൻ DGP സിബി മാത്യൂസിനെതിരെ കേസെടുത്തു. അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിലാണ് കേസ്. സർവീസ് സ്റ്റോറിയിലെ പരാമർശങ്ങളാണ് കേസിന് കാരണമായത്. തിരുവനന്തപുരം മണ്ണന്തല പോലീസാണ് കേസെടുത്തത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറി വില വീണ്ടും ഉയരാൻ സാധ്യത. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് കുറഞ്ഞു. 70 രൂപ 70 ആർമകൻ 1 2 3 4 45 60 രൂപ 61. ദിനവും നൂറുകണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. കൊച്ചി മെട്രോയുടെ എളംകുളം സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളി ഇളകിയ നിലയിൽ. സ്റ്റേഷന്റെ അടിഭാഗത്തുള്ള കോൺക്രീറ്റാണ് ഇളകിയത്. സ്റ്റേഷനിൽ നിരവധിയിടങ്ങളിൽ സമാന രീതിയിൽ കോൺക്രീറ്റ് പാളികൾ ഇളകിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ എളംകുളം, കടവന്ത്ര, വൈറ്റില സ്റ്റേഷനുകളിലാണ് കോൺക്രീറ്റ് പാളികൾ ഇളകിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തായിട്ട് വലിയ തോതിലാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരിക്കുന്നത്. റോഡിലേക്ക് തന്നെ 40 കിലോ ഉള്ള ഒരു പാളി വന്ന് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുമാത്രമല്ല, അത് ആ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു നിരന്തരം, അതായത് ഇതിന് തന്നെ പല ഇടത്തും പാളികൾ അടർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിരന്തരമായി ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, കൊച്ചി മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ നൽകിയ വാഗ്ദാനം അനുസരിച്ച് 100 വർഷങ്ങളോളം ഈടുണ്ടാകുന്ന ഒരു നിർമ്മിതിയാണ് കൊച്ചി മെട്രോ എന്നാണ്, മെട്രോയുടെ നിർമ്മിതി എന്നായിരുന്നു അവകാശപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ 5 വർഷം പോലും ആയിട്ടില്ല. ഈ 5 വർഷമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാളികൾ, കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത്. ഇത് കൊച്ചി മെട്രോ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇവിടെ പാടം നികത്തി, വലിയ പാടഭാഗമായിരുന്നു, ഇവിടം നികത്തി റോഡ് പണിതതാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്ന നിർമ്മിതികളൊക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അതിന്റെ ഉപ്പിന്റെ അംശം കൂടുതലാണ്. pH വാല്യൂ വേറെയാണ്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉപ്പിന്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സിമന്റ് പാളികൾ ഇങ്ങനെ അടർന്നു വീഴുന്നതെന്നാണ് കൊച്ചി മെട്രോ അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ മെട്രോയുടെ അകത്തുള്ള ആ ഭാഗത്തും എസ്കലേറ്റർ കയറുന്ന ഭാഗത്തും
സ്റ്റെയർ കേസിന്റെ തൊട്ടു താഴെയായിട്ട്, അതായത് യാത്രക്കാർ നേരെ ട്രെയിൻ യാത്രയ്ക്കായി സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്തും ഇതേ അവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. ഇവിടെ തന്നെ മറ്റൊരു അപകട മേഖലയായിട്ട്, അപകട സാധ്യതയുള്ള ഒരു ഭാഗമായിട്ടുള്ളത് ഈ കട്ടുള്ള ഈ ഭാഗമാണ്. ഇത് കൊച്ചി മെട്രോ തന്നെ നിർമ്മിച്ച പാലമാണ്. ഈ പില്ലർ നമ്പർ 828 സമീപത്തായുള്ള ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വാഹനങ്ങൾ അവിടെ വന്ന് പെട്ടെന്ന് സ്ലോ ചെയ്തിട്ട് കയറി പോകേണ്ട ഒരു സാഹചര്യം. ഇതൊരു കയറ്റം കൂടിയാണ്. ഈ കയറി വരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ പെട്ടെന്നൊരു കട്ടുള്ളത് രാത്രി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. റോഡിന്റെ നിർമ്മാണ അപാകത മൂലം 13 മരണങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ റോഡ് നിർമ്മാണം നേരായ വിധത്തിൽ അതിന്റെ പാസ് വർക്കുകൾ പൂർത്തിയാക്കണം. അത്തരത്തിൽ നിരന്തരമായി അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണിത്. ഇത് നിരന്തര ആവശ്യവുമാണ് ഈ ഭാഗം. അതുപോലെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിൽ പാച്ച് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള നിരവധി ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരന്തരം ആയി അവർ ഉന്നയിക്കുന്ന ആവശ്യം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അനിശ്ചിതകാല സമരം 4ാം ദിവസം. മെച്ചപ്പെട്ട പഠന സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തുള്ളത്. അടിസ്ഥാന സൌകര്യമൊന്നുമില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. 10 വർഷം മുൻപ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ താൽക്കാലിക നിയമനം മാത്രമാണ് നടന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ പകപോക്കുകയാണെന്ന് സംശയിക്കുന്നതായി VK ശ്രീകണ്ഠൻ ആരോപിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ പഠന നിലവാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 4ാം ദിവസത്തിലേക്കും SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇന്ന് 5ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു. സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതായത് 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള സൌകര്യങ്ങളിലുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൌകര്യങ്ങളില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒപ്പം തന്നെ ഫാക്കൽറ്റി താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇത്ര വിദ്യാർത്ഥികളുടെ അനുപാതത്തിലുള്ള അധ്യാപകർ ഇല്ല. അതുമെല്ലാം തന്നെ തങ്ങളുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം 10 വർഷം മുമ്പ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഇനിയും ഒരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ഇവിടെ ഒരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. അതും യഥാർത്ഥത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ തൃശ്ശൂരിലോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. ഇതിനിടയിലാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു അതായത് പ്രവർത്തനം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒരു OP ഇല്ല, പിന്നെ കാഷ്വാലിറ്റി ഇല്ല, പിന്നെ ഫാക്കൽറ്റി ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല. എല്ലാരും കൂടി ഞങ്ങൾക്ക് സെറ്റാക്കി തന്നാല് ഉറപ്പ് കിട്ടാതെ ഞങ്ങള് 4ാം ദിവസമാണ് സമരം. സൂചനാ സമരം ഉണ്ടായി. അത് കഴിഞ്ഞിപ്പോ 4ാം ദിവസമാണ് അനിശ്ചിതകാല സമരം തുടരുന്നത്. ഇതുവരെ തീരുമാനമായിട്ടില്ല. സമരം ചെയ്യുന്നത് ന്യായമാണ് എങ്കിൽ പോലും ഈ വിഷയം സർക്കാരിന്റെ മുന്നിലെത്തിച്ച് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. ഞാൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എന്റെ ഒരു ആവശ്യം. വിദ്യാർത്ഥികൾ തുടങ്ങിവെച്ച ഈ ഒരു സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഇതിൽ ലഭിച്ചാൽ മാത്രമേ തങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നു. വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം SFIയും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ആകർഷകമായ ജോലികളിലൊന്ന് IT മേഖലയാണ്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് IT കമ്പനികളിൽ നിന്ന് സ്ത്രീ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുന്നു എന്നാണ്. കോവിഡ് കാലത്തിന് ശേഷമാണ് വലിയ തോതിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര IT കമ്പനികളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. ഇൻഫോസിസ്, TCS, വിപ്രോ, LTI മൈൻട്രി, HCL ടെക് തുടങ്ങിയ കമ്പനികളിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവുണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം
25,000 സ്ത്രീ ജീവനക്കാരാണ് കുറഞ്ഞത്. സ്റ്റാഫിംഗ് സ്ഥാപനമായ എക്സ്ഫെനോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കോവിഡ്-19 തുടക്ക സമയത്ത് IT മേഖല തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 മാർച്ച് മുതൽ 2023 മാർച്ച് വരെ IT കമ്പനികളിലെ സ്ത്രീകളുടെ എണ്ണം 3,74,000-ൽ നിന്നും 5,40,000-ആയി വർദ്ധിച്ചിരുന്നു. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകളുടെ എണ്ണം 5,15,000-ആയി കുറഞ്ഞു. കണക്കുകൾ അനുസരിച്ച് 2020-നും 2024-നും ഇടയിൽ മൊത്തം സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 1,41,000-ആയി വർദ്ധിച്ചിരുന്നു. എന്നാൽ ലിംഗ അനുപാതം 0.9% മാത്രമേ വർദ്ധിച്ചിരുന്നുള്ളൂ. കോവിഡ്-19 മുൻപുള്ള വർഷങ്ങളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിൽ 1.56% വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ലിംഗാനുപാതം 34.32% വരെ എത്തിയിരുന്നു. എന്നാൽ അത് 34.26%-ആയി കുറഞ്ഞതായാണ് കണ്ടെത്തൽ. പ്രമുഖ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ സൊല്യൂഷൻസ് കമ്പനിയായ അവതാർ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നേതൃസ്ഥാനത്തേക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കമ്പനികളിലെ താഴ്ന്ന തസ്തികകളിൽ 35% ലിംഗാനുപാതം നിലനിൽക്കുമ്പോൾ കമ്പനികളുടെ മുകൾ തട്ടിൽ 17% ലിംഗാനുപാതം. കരിയറിൽ ഉയർച്ച ആഗ്രഹിച്ച് ഒരു മേഖലയിൽ ജോലി തിരഞ്ഞെടുത്തിട്ടും അതിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ എല്ലാ കാലവും ഒരേ നിലയിൽ തുടരുന്നത് ആരെയും തളർത്തുമെന്ന് അവതാർ ഗ്രൂപ്പിന്റെ സ്ഥാപകയും പ്രസിഡന്റുമായ സൗന്ദര്യ രാജേഷ് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ IT കമ്പനികളിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം നിലവിൽ 26%. മറ്റ് തൊഴിൽ മേഖലകളിൽ 21% ഈ നിരക്ക്. കുടുംബപരമായും മറ്റുള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയും ഒപ്പം ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നാണ് വിവരം. IT മേഖലയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ പല കമ്പനികളും നടപ്പാക്കുന്നുണ്ട്. അതേസമയം ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ലെന്ന വസ്തുതയും സൗന്ദര്യ രാജേഷ് ചൂണ്ടിക്കാട്ടി. ജീവിതഘട്ടങ്ങളിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന നടപടികൾ മുന്നോട്ടുവെച്ചും അവർക്ക് തൊഴിലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിയും മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീകളെ IT മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ടീം ലീസ് ഡിജിറ്റലിലെ ബിസിനസ് മേധാവിയായ കൃഷ്ണ വിജ് അഭിപ്രായപ്പെട്ടു. യൂറോ കപ്പിൽ ഇന്ന് ബിഗ് ബാറ്റിൽ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ രാത്രി 9:30 മത്സരം. 38-കാരനായ ക്രൊയേഷ്യൻ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിലും സ്പെയിനിന്റെ 16-കാരൻ ലാമിൻ യമാമിലുമാകും ഗാലറിയുടെ കണ്ണുകൾ. മറ്റൊരു മത്സരത്തിൽ ഇറ്റലി അൽബേനിയയെ നേരിടും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,650 രൂപ, പവന് 53,200 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,530 രൂപ, പവന് 44,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.